പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്, ചുമയാണ്, സംസാരിക്കാൻ കഴിയുമെന്നറിയില്ല. നമ്മളെ ഹനീഫ് കായക്കൊടിയുടെ നിർബന്ധമാണ് മൈക്കിന്റെ മുമ്പിലേക്ക് വരാനുള്ള കാരണം. എന്റെ ശബ്ദം പ്രയാസകരമാവുകയാണെങ്കിൽ ഞാൻ അപ്പോൾ നിർത്തും, ബാക്കി അദ്ദേഹം സംസാരിക്കും. യഥാർത്ഥത്തിൽ ഇത്ര സമയം വരെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ചർച്ച ഈ ക്ലാസ് റൂമിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാവുകയില്ല എന്ന് സമർത്ഥിച്ചു കിട്ടാൻ വേണ്ടിയുമാണ് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ചില ആളുകളുടെ സംസാരം. ഇതിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയതും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. KNM ഔദ്യോഗികമായി ഒരു ക്ലാസ് റൂം ആരംഭിക്കുന്നതിന് ആർക്കാണ് തടസ്സം? ആരാണതിന് വേദനിക്കേണ്ടത്? എന്താണ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം? ഹലോ 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 യെസ്. യാതൊന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല, ഭയപ്പെടേണ്ടതില്ല. അവർ തൗഹീദിന്റെ മാർഗത്തിലാണ്. മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ സമാനമായ പ്രവർത്തനവുമായി മറ്റൊരു ക്ലാസ് റൂം, അതും ഔദ്യോഗിക ക്ലാസ് റൂം വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഞാനേ ബൈലക്സിൽ ക്ലാസ് എടുക്കാവൂ, ഞാനേ ബൈലക്സിൽ സംസാരിക്കാവൂ, എനിക്കേ ക്ലാസ് റൂം ആരംഭിക്കാവൂ എന്നൊരുത്തൻ പറഞ്ഞാൽ ആരാണവൻ? എന്താണ് അവൻ അതിനുള്ള അർഹത? ആരാണ് അവനത് ഏൽപ്പിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്ത് ബൈലക്സിൽ കുത്തക ആർക്കാണ് പതിച്ചു കൊടുത്തത്? എവനാണിത് അവകാശപ്പെടാൻ അർഹതയുള്ളവൻ? അതുകൊണ്ട് അത്തരത്തിലുള്ള അനാവശ്യമായ വീരവാദങ്ങളും അസഭ്യങ്ങളും അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു, ഈ ക്ലാസ് റൂം ആരംഭിക്കുന്നത് അതിന്റേതായ കാരണങ്ങൾ ഉറക്കെ പറയാവുന്നത് മാത്രം ഞാൻ പറയുന്നു, ബാക്കിയുള്ളത് ഞാൻ മനസ്സിൽ വെക്കുന്നു. അത് പറയിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാനും മറുഭാഗത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരും ചെറിയ ഒരു വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസം ഭാഷയിലും പ്രതികരണത്തിലും സംസാരത്തിലും സ്വാഭാവികമാവും ഉണ്ടാവേണ്ടതാണല്ലോ. അതിനാൽ ഞാനിപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, അബ്ദുൽ ജബ്ബാർ മൗലവി 2007 എഴുതിയിട്ടുള്ള ഈ വിഷയം അതേപോലെ തന്നെ അനസ് മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും ഹനീഫ് കായക്കൊടിയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് അദ്ദേഹം പറയുമ്പോൾ മാത്രം ശിർക്കും മറ്റുള്ളവർ പറയുമ്പോൾ ശിർക്കല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. വ്യാപകമായ കള്ളപ്രചരണമാണ്. യഥാർത്ഥത്തിൽ MT വിഷൻ എന്ന പേരിൽ എനിക്ക് അതിലെ വിഷൻ എന്നതിന്റെ N ഉപേക്ഷിക്കേണ്ടി വരും, അത് ഒഴിവാക്കിക്കൊണ്ട് വായിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ വിഷം എന്ന് ഞാൻ വായിക്കുന്നില്ല. അത് കേൾക്കുന്നവർക്കൊക്കെ അത് വിഷമായി മാറുകയാണ് എന്നത് ഒരു വസ്തുതയാണ്. വാസ്തവത്തിൽ അബ്ദുറഹ്മാൻ സലഫി എന്ന ഞാൻ ഈ വിഷയകമായി അബ്ദുൽ ജബ്ബാർ മൗലവി ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് ഇന്ന് ഈ നിമിഷം വരെ പറഞ്ഞതായി ഒരാൾക്കും തെളിയിക്കാൻ സാധിക്കുകയില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം കടന്നു വന്നിട്ടേയില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്റെ നാക്കിലൂടെ അങ്ങനെ ഒരു പ്രയോഗം വരിക? ഒരു സാധ്യതയും അതിനില്ല. മറിച്ച് എന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു ചോദ്യോത്തരത്തിൽ ഇതിന്റെ അവസാന ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചില ആളുകൾ കട്ട് ചെയ്ത ഭാഗം കൂടി അതിലേക്ക് ചേർത്ത് വെച്ച് രണ്ടാമതും ആ ക്ലിപ്പിംഗ് ഇറക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, ഞാനതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം,
അൽ-ഇസ്ലാഹിൽ ലേഖനം എഴുതിയിട്ടുള്ള ലേഖകന് സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് സംഭവിച്ചിട്ടുള്ള സ്ഖലിതം അതാണ് അന്നു മുതൽ ഇന്ന് വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 വർഷക്കാലം ഈ കാര്യം വിശദമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ക്ലാസ് റൂമിൽ അത് വിശദീകരിച്ചിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ആദ്യമായി ചെയ്തിട്ടുള്ളത് അനസ് മൗലവിയും ഹുസൈൻ സലഫിയും ഇവിടെയുള്ള അബൂ സഫീർ എന്ന അബ്ദുൽ ഖാദിർ ഹാജിയും നാണി ഹാജിയും കൂടി അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് ഇത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം വിസമ്മതിച്ചു. അന്ന് വീണ്ടും എന്നെയും കൂട്ടി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു. ധാരാളം ഇശാ സമയം വരെ അദ്ദേഹവുമായി സംസാരിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുത്തുകയില്ല, നിങ്ങൾ വേണമെങ്കിൽ തിരുത്തിക്കോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ നോട്ടീസായിട്ട് ഇറക്കും എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഏതായിരുന്നാലും ശരി, അദ്ദേഹം തിരുത്താൻ പറഞ്ഞുവല്ലോ എന്നുള്ള നിലക്ക് ഒരു തിരുത്ത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വന്ന ആ അബദ്ധമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന തരത്തിലുള്ള ഒരു തിരുത്ത് അനസ് മൗലവിയും ഹുസൈൻ സലഫിയും കൂടി തയ്യാറാക്കി അതിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ ഈ വിഷയം ഏറ്റുപിടിച്ച് സംസാരിച്ച് നടന്നിരുന്ന ആളുകളെ KNM-ന്റെ നേതൃത്വം വിളിച്ചു വരുത്തുകയും ഇത് നിങ്ങൾ സാധാരണക്കാർക്കിടയിൽ ചർച്ചയാക്കരുത്, ഇത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ സമ്മതിച്ചുവെങ്കിലും വീണ്ടും അവർ ഇത്തരം കാര്യങ്ങൾ സ്വകാര്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ഘട്ടത്തിൽ മൂന്നാമതായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ശാസിക്കുകയാണ് സംഘടന ചെയ്തിട്ടുള്ളത്. വിചിന്തനത്തിൽ ആ റിപ്പോർട്ട് വരികയും ചെയ്തു. ശാസനയ്ക്ക് ശേഷവും സ്വകാര്യമായി ഈ ചർച്ചകൾ നടന്നപ്പോൾ അവരെ വീണ്ടും വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും ഇത് ആവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷവും ഈ ചർച്ച ഉണ്ടായപ്പോൾ ജമിയത്തുൽ ഉലമയിൽ ഇക്കാര്യം ചർച്ചക്കെടുക്കുകയും ഈ വിഷയകമായി ഒരു ഏകകണ്ഠമായ രൂപത്തിലുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ പുസ്തകം പുറത്തിറങ്ങാതെ വന്നപ്പോൾ അമാനി മൗലവി തൽസംബന്ധമായി നേരത്തെ രചിച്ചിട്ടുള്ള പുസ്തകം അത് പുനഃപ്രസിദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു. പിന്നെയും ഈ പ്രശ്നം സ്വകാര്യമായി ചർച്ചകൾ നടക്കുകയും വ്യാപിക്കുകയും ചെയ്തപ്പോൾ ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ പ്രബന്ധം വാദമുന്നയിക്കുന്ന ആളുകളോട് എഴുതി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. 2 പ്രബന്ധങ്ങൾ വന്നു. ആ പ്രബന്ധങ്ങളെ വിലയിരുത്തി തീരുമാനമെടുക്കാൻ ഒരു ജൂറിയെ തെരഞ്ഞെടുത്തു. KJU പ്രസിഡന്റ് സെക്രട്ടറി, KNM പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി, KJU ഫത്വ ബോർഡ് ചെയർമാൻ, ഈ 5 അംഗ സമിതി. അവരാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുത്തത്. ആ തീരുമാനം ഏകകണ്ഠമായിരുന്നു. ആ തീരുമാനം സർക്കുലറായി ശാഖകൾ തോറും അയച്ചുകൊടുത്തു. പക്ഷെ പിന്നെയും അവിടെയും ഇവിടെയും സ്വകാര്യങ്ങൾ, രഹസ്യ സീഡികൾ, രഹസ്യമായി ഈ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന വാദം, ഇത് വന്നപ്പോൾ വീണ്ടും ഈ വിഷയകമായി ചർച്ച നടന്നു. ചർച്ചയ്ക്ക് ശേഷം വീണ്ടും തീരുമാനം ആവർത്തിച്ചു. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് KJU KNM-നോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാടുനീള വിശദീകരണ യോഗങ്ങൾ നടന്നു. അതിനിടയിലാണ് അബ്ദുൽ ജബ്ബാർ മൗലവി കത്തെഴുതുന്നത് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള അവസരം നൽകണമെന്ന്. അങ്ങനെയാണ് ജമിയത്തുൽ ഉലമയിലെ ദൗറയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ആ ദൗറയിൽ തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയുന്നത്. ആ ദൗറയിൽ വെച്ച് അവസാനം അദ്ദേഹവും മറ്റ് 2 ആളുകളും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ശിർക്കുമാണ്, ഹറാമുമാണ് എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹത്തിനല്ലാത്ത രണ്ടാമതൊരാൾക്ക് ഇല്ലാതിരിക്കുകയും ശിർക്കല്ല എന്ന് പറഞ്ഞ ഒരാൾ എന്നാൽ അത് ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയുകയും ഒരാൾക്ക് വിഷയം അവ്യക്തമായി ഇൽത്തിബാസ എന്ന് പറയുകയും ചെയ്തു. അടുത്ത മാസത്തെ ദൗറയിൽ ഇൽത്തിബാസായ ആളുടെ ഇൽത്തിബാസ് തീർന്നു എന്ന് പറയുകയും
ഷിർക്കല്ല, ഷിർക്കാണെന്ന് പറയാൻ പ്രയാസമാണ്, പക്ഷേ ഹറാമ് തന്നെയാണെന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഷിർക്കാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ഷിർക്കല്ലെന്ന വാദം കേവലം അബ്ദുൽ ജബ്ബാർ മൗലവിയിൽ ഒതുങ്ങി. അതുകൊണ്ട് തന്നെ ഈ വിഷയം ജമിയത്തുൽ ഉലമക്ക് റിപ്പോർട്ട് ചെയ്തു. ജമിയത്തുൽ ഉലമ അദ്ദേഹത്തെ വഹിച്ചിരുന്ന മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിക്കൊണ്ട് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കി നടപടി സ്വീകരിച്ചു. മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പ്രസ്ഥാനമാണ്. അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം ചോദിക്കുന്ന പ്രസ്ഥാനമാണ്. അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന, അതിനെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തൗഹീദും ശിർക്കും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിൽ നിലകൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ആരെങ്കിലും അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ടോ, സഹായം തേടാമെന്ന വാദമുണ്ടോ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നതിനൊരു പ്രസക്തിയുമില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഷിർക്ക്, ഷിർക്കൻ വാദം അബ്ദുൽ ജബ്ബാർ മൗലവിക്കുണ്ട്. അദ്ദേഹത്തിൽ സ്വാധീനിക്കപ്പെട്ട ആളുകൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമുണ്ടാവില്ല. അവർ ആദർശപരമായി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തായിരിക്കും എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയകമായി ജമിയത്തുൽ ഉലമ വീണ്ടും നിലപാട് സ്വീകരിച്ചു. ഈ ചർച്ചയ്ക്ക് ശേഷം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണെങ്കിലും ഷിർക്കുമാണ്, ഹറാമുമാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് വസ്തുത. എന്നാൽ ഈ ഇന്നലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇളകി സംസാരിച്ച, വെപ്രാളപ്പെട്ടുകൊണ്ട് ജിന്ന് ബാധിച്ചു എന്ന് അവകാശപ്പെടുകയും ആ ഒരു രൂപം സ്വയം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ യഥാർത്ഥത്തിൽ അവിടെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ്: ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കല്ല എന്ന വാദം യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണെങ്കിൽ ഷിർക്കല്ല എന്ന വാദം തെറ്റല്ല എന്നാണ്. ഞാൻ വളരെ വ്യക്തമായി ചോദിക്കട്ടെ, എന്തൊരു പൊട്ടത്തരമാണ് ഇവർ പറയുന്നത്, എന്തൊരു പൊട്ടത്തരമാണ് ഇവർ പറയുന്നത്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് അല്ലെങ്കിൽ ഷിർക്കല്ല, ഇതാണ് വിഷയം. പക്ഷെ ഈ വലിയ വലിയ അല്ലാമമാരാണെന്ന് പറയുന്ന വിഡ്ഢിത്തം പുലമ്പുന്ന ആളുകൾ പറയുന്നത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാവില്ല. ഈ ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയാണ് ഒരാൾ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നതെങ്കിൽ അത് ഷിർക്കാണ്. ഇതെന്തൊരു മണ്ടത്തരമാണ്, ഇതെന്തൊരു പൊട്ടത്തരമാണ്. ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യനോട് പറയാമോ? ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഇതാണ് വലിയ ബുദ്ധി, വിവരം, വിജ്ഞാനം, കിതാബ് തിരിയുന്നവർ, വലിയ മൗലാനമാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന മഹാവങ്കത്വങ്ങൾ. ഇതിനേക്കാൾ വലിയൊരു വങ്കത്വം വേറെ എന്തെങ്കിലുമുണ്ടോ? ഞാൻ ഒന്നുകൂടി ലളിതമായി പറയട്ടെ. ഈ പച്ച നുണയുമായി, ഈ പച്ച കളവുമായി യഥാർത്ഥത്തിൽ ഇവർ ഇനി പുറത്തിറങ്ങരുത്. എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സാമാന്യ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിക്കൂ. ഏതെങ്കിലും പിൽക്കാലക്കാരായ ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു കിതാബിന്റെ അകത്തൊരു വാചകം എഴുതിയാൽ ആ വാചകത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് മുവഹിദുകളായ നമുക്കുള്ളത്. അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വിഡ്ഢിത്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വാക്കിൽ ബിദ്അത്തുണ്ടെങ്കിൽ, അവരുടെ വാക്കിൽ ശിർക്കുണ്ടെങ്കിൽ, അവരുടെ വാക്കിൽ കുഫറുണ്ടെങ്കിൽ, അവരുടെ വാക്കിൽ അബദ്ധമുണ്ടെങ്കിൽ, ആ അബദ്ധം നമ്മളെന്തിന് ഏറ്റെടുക്കണം? നമ്മളെന്തിന് ന്യായീകരിക്കണം? അവരുടെ കാര്യം അവരും പടച്ചവരുമാവട്ടെ, നാം നമ്മുടെ കാര്യമാണ് നോക്കേണ്ടത്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നിവർ സമ്മതിക്കുന്നു. എന്നാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഈ ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാമെന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാവില്ല. വിഡ്ഢിത്തമേ നിന്റെ പേരോ സാലിം, വിഡ്ഢിത്തമേ വങ്കത്തമേ നിന്റെ പേരോ സാലിം എന്ന് മാത്രമാണ് എനിക്ക് ഈ മഹാപണ്ഡിതനെ പറ്റി ചോദിക്കാനുള്ളത്.
വാസ്തവത്തിൽ ഈ സാലിം എന്ന് പറയുന്നവൻ ഒരു AC മെക്കാനിക്കാണ്. AC മെക്കാനിക്കിന്റെ പണിയെടുത്താൽ മതി. ഖുർആനും ഹദീസും നോക്കി വിവരമില്ലാത്തത് പച്ച കള്ളം ജനങ്ങൾക്കിടയിൽ വിളമ്പാൻ പാടില്ല. അവനവൻ പഠിച്ച പണി അവനവൻ എടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടില്ലാത്ത, തിരുനബിയുടെ സുന്നത്ത് പഠിച്ചിട്ടില്ലാത്ത, അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, ആധികാരികമായി ഗുരുമുഖത്ത് നിന്ന് ദീൻ പഠിച്ചിട്ടില്ലാത്ത ഇത്തരം ആളുകൾ പണ്ഡിത വേഷം ചമഞ്ഞു നടക്കുന്ന മുതആലിമുകളാണ് ജനങ്ങളെ ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദമാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ശിർക്കും ഈ കുഫറും തൗഹീദാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഏറ്റവും അപകടകരമായ ഗുരുതരമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറനീക്കിക്കൊണ്ട് പച്ചയായി അദ്ദേഹം ഇന്നലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് വെല്ലുവിളി മുഴക്കുകയാണ്. ആണത്തമുണ്ടെങ്കിൽ, കിതാബിന്റെ ഇബാറത്ത് വായിക്കാൻ അറിയുമെങ്കിൽ, ഖുർആനും ഹദീസും അനുസരിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ മുമ്പാകെ വരണം. നേരെ മറിച്ച് വളരെ വ്യക്തമായി ഞാൻ അന്ന് വെല്ലുവിളിച്ചു. NV സാലിമിനെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു, ദമാമിൽ വെച്ച് വെല്ലുവിളിച്ചു. നിന്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടെങ്കിൽ ഈ മുതിർന്ന പണ്ഡിതന്മാർ ആവശ്യമില്ല, എന്റെ അടുക്കലേക്ക് വാ. ഞാനിവിടെ നിൽക്കുന്നു. ഇന്ന് രാത്രി മുഴുവനും ഇവിടെയുണ്ട്. നാളെ പകൽ ഉച്ച സമയത്ത് മാത്രമേ ദമാമിൽ നിന്ന് ഞാൻ പുറത്തു പോകൂ. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ തെളിവുമായി വരാമെന്ന്. ഞാൻ ആ രാത്രിയിൽ പരിപാടി കഴിഞ്ഞ് കാത്തിരുന്നു. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഞഞ്ഞപിഞ്ഞം പറഞ്ഞ് പിന്മാറുകയാണെന്നാണ്. ഞാൻ അദ്ദേഹത്തെ ഇദ്രീസ് സ്വലാഹിയുടെ ടെലഫോണിൽ നിന്ന് ഞാൻ വിളിച്ചു. ഇദ്രീസ് സ്വലാഹിയോട് പറഞ്ഞു, അബ്ദുൽ ജബ്ബാർ മൗലവി എന്റെ കൂടെ വരില്ല, MM മദനി ഉണ്ടെങ്കിലേ ജബ്ബാർ മൗലവി വരൂ എന്നാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഉടൻ ഞാൻ ആ ഫോണിൽ നിന്ന് തിരിച്ചു വിളിച്ചു, സാലിം, നീ ജബ്ബാർ മൗലവി ഉണ്ടെങ്കിലേ വരൂ എന്നല്ല എന്നോട് പറഞ്ഞത്, നിന്റെ കയ്യിലുള്ള തെളിവുമായി നീ വരാമെന്നാണ്. ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, നീ ഇവിടെ വരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എവിടെ പോയി ഈ മല്ലമാരുടെ, എവിടെ പോയി അഹങ്കാരികൾ? ഞാൻ അന്ന് നേരം പുലരുവോളം അദ്ദേഹം എന്റെ അടുക്കൽ വന്നില്ലെന്ന് മാത്രമല്ല, പിന്നീട് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത്, ഞാനെന്നാൽ നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വരാം. ഞാൻ ചോദിച്ചു, ആട്ടുന്നിടത്ത് ചെന്നിട്ട് പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്നാൽ എണ്ണ കൊടുക്കുമോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാനിവിടെ ദമ്മാമിൽ വന്ന് നിന്റെ അടുക്കൽ വന്ന് നിന്നോട് സംസാരിച്ച് നീ എന്റെ അടുക്കലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നിട്ട് വരാൻ തയ്യാറില്ലാത്ത നീ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് റിയാദിലോ കസീമിലോ ജിദ്ദയിലോ എവിടെയെങ്കിലും പോയാൽ അവിടേക്ക് വരിക? അതുകൊണ്ട് സാലിം, നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. അതിന് വരാൻ കഴിയാത്ത സാലിം ഇപ്പോൾ ബൈലക്സിലൂടെയാണ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ജാതി വിടുവായുത്തങ്ങളൊന്നും വേണ്ട, അതവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ ചോദിക്കുന്നത്, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശിർക്കാവില്ല. ആരാണിത് പറഞ്ഞത്? ആരാണ് ഒരു കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമാകുന്ന ഹുക്മ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ശിർക്കാവില്ല? നേരെ മറിച്ച് സാലിം എഴുതി നെറ്റിലൂടെ മാലോകർക്കിടയിൽ മുഴുവൻ പ്രചരിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് തൗഹീദിന് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള പല പണ്ഡിതന്മാരും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന് മറുപടി പറഞ്ഞ് യാഥാസ്ഥികർക്ക് മറുപടി പറഞ്ഞപ്പോൾ അവിടെ ഇത് ശിർക്കാവില്ല, മറിച്ച് ശിർക്കിലേക്കുള്ള വഴിയാണ്, വസീലത്തു ശിർക്കാണ്, ഹറാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടത് അവിടെ തന്നെ കൊടുക്കുന്നത് എന്താണ്? സിയാനത്തുൽ ഇൻസാനിലെ വാചകമാണ്. അത് വായിക്കാൻ ഈ സാലിമിന് അറിയുമോ? അതിന്റെ അർത്ഥം സാലിമിന് അറിയുമോ? അതിന്റെ അർത്ഥം മനസ്സിലാകുമോ? മനസ്സിലായാൽ അതവിടെ കൊടുക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഒന്നാമതായി കൊടുത്ത തന്റെ ലേഖനത്തിലെ സിയാനത്തുൽ ഇൻസാനിൽ വസീലത്തു ശിർക്കാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർ വാദിക്കുന്നത് അനുവദനീയമാണ് എന്നാണ്. ആ വാദം സാലിമിനുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമായി പറ.
നീ ഒന്നുകിൽ ശിർക്കാണെന്ന് സമ്മതിക്കുക, അതല്ലെങ്കിൽ ഈ വാദമുന്നയിക്കുന്ന സാലിമിന് ഓശാന പാടുന്നവരും അനുവദനീയമാണെന്ന് സമ്മതിക്കുക. അതല്ലാതെ അനുവദനീയമാണെന്ന് സമ്മതിക്കുകയുമില്ല, അതിന് പേടിയാണ്, അതോടൊപ്പം ശിർക്കാണെന്നിട്ട് സമ്മതിക്കുകയുമില്ല. തെളിവിനുദ്ധരിക്കുന്ന സിയാനത്തുകാരനാവട്ടെ ഇത് അനുവദനീയമാണെന്നാണ് പറയുന്നത്. അത് പറയാൻ സാലിം തയ്യാറുണ്ടോ? എനിക്ക് ആ വാദമില്ലെന്നാണ് അയാൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത്. എന്നാൽ അനുവദനീയമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. ഇതിൽ രണ്ടാളൊന്ന് ഉറപ്പിച്ചു പറയുക. സാലിം പ്രവൃത്തികളോട്, സാലിം വാദക്കാരോട്, ജിന്നിനോട് സഹായം ചോദിക്കാം അത് ശിർക്കല്ലെന്ന് പറയുന്നവരോട് നിങ്ങളുടെ വാദമെന്ന് ഉറപ്പിച്ചു പറ. ഒന്നുകിൽ ഹറാമെന്ന് പറ, അതല്ലെങ്കിൽ അനുവദനീയമെന്ന് പറ. എന്താണ് നിന്റെ വാദമെന്ന് ഉറപ്പിച്ചു പറ. അത് പറയാൻ നിനക്ക് ധൈര്യമില്ലാതെ എന്തെങ്കിലും പുലമ്പി നടക്കുന്നത് ശരിയല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വ്യക്തമായ ലജ്നത്തുദ്ദായിമയുടെ ഫത്വ അതിന്റെ ഒരു വരിയോ അരവരിയോ വായിച്ചർത്ഥം പറയാതെ ദുർവ്യാഖ്യാനിച്ച് നടക്കുന്ന ഇവന്മാരാണോ ഇത്തരത്തിൽ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വാദം ഹറാമാണെന്ന്, വസീലത്തു ശിർക്കാണെന്ന് നിങ്ങളുടെ പ്രബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളതിൽ കൊടുത്തിരിക്കുന്ന തെളിവ് അനുവദനീയമാണ് എന്നതാണ്. അത് ശിർക്കല്ല എന്ന് പറയാൻ വേണ്ടി അനുവദനീയമാണ് എന്ന് സമർത്ഥിക്കാൻ മടിയോടുകൂടി ഹറാമാണെന്ന് പറഞ്ഞ നിങ്ങൾ അതിനൊരുപാട് പണ്ഡിതന്മാരുടെ പേരും കിതാബുകളുടെ പേരും കൊടുത്ത് ആ പണ്ഡിതന്മാർ ആ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇത് അനുവദനീയമാണ് എന്നാണ്. അതുകൊണ്ട് പറയൂ, നിന്റെ വാദം അനുവദനീയമാണ്, ജിന്നിനോട് സഹായം ചോദിക്കാം, അത് അനുവദനീയമാണ് എന്നാണോ? അല്ല, അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്. പിന്നെന്തിനാണ് സിയാനത്തിനെ കൂട്ടുപിടിക്കുന്നത്? എന്തിനാണ് അതുപോലുള്ള ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കുന്നത്? അതുകൊണ്ട് കിതാബിന്റെ ഉള്ളിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും. ഈ പച്ച ഖുറാഫികളായ ആളുകൾ വാദിക്കുന്നത് പോലുള്ള വാദം അതല്ലേ താങ്കൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണത്? അഹ്മദ് ഇബ്നു ഹംബൽ ചെയ്തില്ലേ? ഇമാം നബവി ചെയ്തില്ലേ? ഇതാണ് മുസ്ലിയാക്കന്മാരും പറയുന്നത്. ഈ മുസ്ലിയാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ് അവർ പറയുന്നത്? അവർ ഇമാം നബവി, അതേപോലെ തന്നെ ഇബ്നു കസീർ, അതേപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതാ ഈ ഹദീസ് ഉത്ബിയുടെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്തസ്കി ലി ഉമ്മത്തിക ഫൈനഹും ഖദ് ഹലകു എന്ന് പറഞ്ഞിടത്ത് ആ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരൊക്കെ ശിർക്ക് ചെയ്തിട്ടുണ്ടോ? അവർ ശിർക്ക് ചെയ്തവരാണോ എന്ന് ഇവരൊക്കെ ഉദ്ധരിച്ചതിന്റെ പേരിൽ മുസ്ലിയാക്കന്മാര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ചോദ്യമാണ് സാലിം പ്രവൃത്തികൾക്ക് ചോദിക്കാനുള്ളത്. നമുക്കിവിടെ വളരെ വ്യക്തമായി പറയാനുള്ളത്, ഇവിടെ പണ്ഡിതന്മാര് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫി മൈക്ക് പോയിട്ടുണ്ട്, ഒരു ഇബ്ലീസ് വന്നുകൊണ്ട് ചാടിയതാണ്. സലഫി മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. DC ആയോ? സലഫിയോടെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാ, അല്ലെങ്കിൽ നമ്മള് വന്നു ഒരു ഇബ്ലീസ് വന്ന് മൈക്ക് ചാടിയതാണ്, അവർക്ക് തീരെ സഹിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? യെസ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒന്നുകിൽ ഇത് അനുവദനീയമാണ് എന്ന് പറയുക, ഒന്നുകിൽ അനുവദനീയമാണ് എന്ന് പറയുക, അതല്ലെങ്കിൽ ശിർക്കാണെന്ന് സമ്മതിക്കുക. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുവദനീയമാണ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ അംഗീകരിക്കുക, അതല്ലെങ്കിൽ ശിർക്കാണ് എന്ന് സമ്മതിക്കുക. മുജാഹിദുകൾ പറയുന്നത് ശിർക്കാണ് എന്നാണ്. അതാണ് സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഇബ്നു ബാസും, അതേപോലെ തന്നെ ഇപ്പോഴത്തെ മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖും, അതേപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനും, ബക്കർ അബൂ സൈദും, അബ്ദുർ റസാഖ് അഫീഫിയും, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുല്ലാഹ് ഖദയാൻ തുടങ്ങിയിട്ടുള്ള ഈ മുഫ്തി ഹയ്യത്ത് കിബാർ ഉലമയിൽപ്പെട്ട മുഴുവൻ ആളുകളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അതിലവർ പറഞ്ഞു ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് വളരെ വ്യക്തമായി ആ ഫത്വയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീൻ ലിഅന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല. തൗഹീദിൽ നിന്ന് ലെവലേശം വ്യതിചലിച്ചു പോകുന്ന ആളുകൾക്ക് വളരെയധികം മനപ്രയാസമുണ്ടാക്കുന്ന, സഹിക്കാൻ കഴിയാത്ത ആശയമാണ് ഈ തൗഹീദിന്റെ ശബ്ദം. ആ തൗഹീദിന്റെ ശബ്ദം, ശിർക്കിനെതിരിലുള്ള ശബ്ദം വളരെ വ്യക്തമാണ്. ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീൻ ലിഅന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല لأن الاستعانة عبادة لا يجوز صرفها لغير الله لا من الجن ولا من الإنس ولا من الملائكة ولا غيرهم إلا مع القادر الحي الحاضر من الإنس فيما يقدر عليه كالاستعانة بالإنسان الحي القادر في الزراعة والبناء وقتال الأعداء. أما الجن فحكم حاضرهم كغائبهم لا تجوز الاستعانة بهم في شيء من الأشياء എന്നാണ് വളരെ വ്യക്തമായി ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജിന്നിനോടോ അദൃശ്യമായവരോടോ സഹായം ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. കാരണം സഹായം ചോദിക്കുന്നത് ഇബാദത്താണ്. അത് അല്ലാഹുവല്ലാത്ത ജിന്നിനോടോ മനുഷ്യനോടോ മലക്കുകളോടോ അല്ലാത്തവരോടോ പാടില്ലാത്തതാണ്. ആരോട് മാത്രമേ സഹായം ചോദിക്കാവൂ? ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി. മനുഷ്യനായ, ജീവനുള്ള, ഹാജറുള്ള, കഴിവുള്ളവനോട് അയാളുടെ കഴിവിൽപ്പെട്ടതേ ചോദിക്കാവൂ. ഇവിടെ 4 കാര്യങ്ങളാണ്. ഒന്ന് മനുഷ്യനോട് എന്ന് പറഞ്ഞപ്പോൾ ജിന്നിനോട് പറ്റില്ല, മലക്കുകളോട് പറ്റില്ല എന്ന് വന്നു. 2 മനുഷ്യനാണെങ്കിൽ തന്നെ ഹയ്യ്, ജീവനുള്ളവനാകണം, മരിച്ച മനുഷ്യനോട് സഹായം ചോദിക്കാൻ പറ്റില്ല. 3 ജീവനുണ്ടായാൽ പോരാ, ഹാജറുണ്ടാവണം. ഹാജറില്ലാത്ത അദൃശ്യരായ മനുഷ്യരോട്, ഹാജറില്ലാത്ത മനുഷ്യരോട് സഹായം ചോദിക്കാൻ പാടില്ല. 4 കഴിവുള്ളവനാകണം. അയാളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് അയാളോട് ചോദിക്കേണ്ടത് എന്നാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അമ്മൽ ജിന്നു എന്ന ജിന്നാണെങ്കിലോ, മനുഷ്യരെ പോലുള്ള ഒരു തരം സൃഷ്ടികളാണല്ലോ ജിന്നുകളും. ആ ജിന്നാണെങ്കിലോ ഫഹുക്മു ഹാദിരിഹിം കഗായിബിഹിം. ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ അതേ വിധി തന്നെയാണ്. ലാ തജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശ്യാഇ. യാതൊരു വിഷയത്തിലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. എന്താണ് അതിനുള്ള തെളിവ്? ലിഖൗലില്ലാഹി തആല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവെന്താ? വലിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള ഖുർആനിക സൂക്തവും നബി വചനവുമാണ് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കി തരുന്നത്. ഇവിടുത്തെ വല്ലാത്ത ഒരു വിഡ്ഢിത്തം സാലിം പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് യാ ഇബാദല്ലാഹിനൂനി, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവില്ല എന്നാണ്. ഈ ദുർബലമായ ഹദീസ് കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ശിർക്കാകും എന്നാണ്. വിഡ്ഢിത്തമേ, വിഡ്ഢിത്തമേ, വങ്കത്തമേ, എന്താണ് ഇതിന് വിളിക്കേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്ര മോശമായ, ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്ന കള്ളത്തരമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്കിതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്പൊ വലിയ ഒരു തമാശ അതാണ്. ഞാൻ നേരത്തെ ഹനീഫ് കായക്കൊടി അദ്ദേഹത്തിന്റെ ഇന്നലത്തെ സംസാരം അതിവിടെ കേൾപ്പിച്ചപ്പോഴാണ് ഈ ഹദീസിന്റെ ഇത് അങ്ങനെ ഒരു വിഷയമായി എടുക്കേണ്ടതില്ല എന്നൊരു ഭാഗത്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് വേറൊരു നിലക്കും വൈരുദ്ധ്യം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ളത്. സാലിമിന്റെ സംസാരത്തിൽ വൈരുദ്ധ്യമാണ്. കാരണം ഇതുവരെ അവർ പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയായ ഈ വാദം ആദ്യം ഇവിടെ എഴുതി പ്രചരിപ്പിച്ച മനുഷ്യൻ പറയുന്നത്, ഞാൻ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല
ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞത്. മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ, മനുഷ്യ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് പോലെ അത്തരം കാര്യങ്ങളൊക്കെ ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്നതാണ് എന്റെ വാദം. എന്റെ വാദവും ഹദീസും തമ്മിലൊരു ബന്ധവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടാണ് ഈ വാദം ഉന്നയിക്കുന്നതെങ്കിൽ അത് ശിർക്ക് തന്നെയാണെന്ന് ജബ്ബാർ മൗലവിനോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് സക്കരിയ സ്വലാഹി പോലും സമ്മതിക്കുന്നു. എന്നാൽ ഈ സാലിം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് നിങ്ങളിവിടെ ക്ലിപ്പിങ്ങിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ കേട്ടു. ഞാൻ ഈ ഹദീസുമായി ബന്ധപ്പെടുത്തി അല്ല പറഞ്ഞത്. അത് കളവാണ്, എന്റെ പേരിൽ കളവാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പോലും ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുള്ള ശിർക്കിനെ തൗഹീദാക്കി മാറ്റാൻ വേണ്ടി ഈ ദമാം മൂലയിൽ നിന്ന് കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സാലിമും കൂട്ടരും അവർ വാദിക്കുന്നത്, അവരുടെ ആ പ്രബന്ധത്തിന്റെ 1-ാമത്തെ പേജിൽ തന്നെ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിലെ പ്രസ്തുത ഭാഗം അത് സ്കാൻ ചെയ്തുകൊണ്ട് അതിൽ പകർത്തി വെച്ചിട്ടാണ് അത് അവർ പറയുന്നത്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കല്ലെന്ന് മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജബ്ബാർ മൗലവി പോലും പറയാത്തത് ജബ്ബാർ മൗലവിയുടെ പേരിൽ ആരോപിച്ചുണ്ടാക്കി എന്നിട്ടാണ് ശിർക്കിനെ തൗഹീദാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, അതിനുശേഷം അവർ തെളിവിനു വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ പണ്ഡിതന്മാർ ഇത് ശിർക്കല്ല, മറിച്ച് വസീലത്തു ശിർക്കാണെന്നാണ് പറഞ്ഞത്, ഹറാമുമാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കളവ്, സാലിമിന് അറബി അറിയില്ലെങ്കിൽ അറബി അറിയുന്നവർ അത് വായിച്ചു നോക്കുക. അവർ നെറ്റിലൂടെ ശരിയായ ജിന്നിനോടുള്ള സഹായം ചോദിക്കുന്നതിന്റെ വിധി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളിത് വായിക്കുക എന്ന് പറഞ്ഞ് മദീനയിലെ ചില പിള്ളേരും അതേപോലെ തന്നെ ദമാമിൽ നിന്നുള്ള ചില ആളുകളും ലോകം മുഴുവനും നെറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കുണ്ടല്ലോ, ആ കൊടിയ ശിർക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ആ കൊടിയ ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ നെറ്റിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആ പ്രബന്ധം നിങ്ങളൊന്ന് എടുത്തു വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഈ കള്ളത്തരങ്ങളും ഈ വിഡ്ഢിത്തരങ്ങളും ഈ വങ്കത്തങ്ങളും ഇത് ഇങ്ങനെ ഞാൻ തുറന്ന് പറയുന്നതിന് മുമ്പ് അവർ തന്നെ അത് പിൻവലിക്കട്ടെ എന്ന് കരുതിയാണ് ഇത്ര ശക്തമായി ഇതിനു മുമ്പ് ഞാൻ പറയാതിരുന്നത്. ഇപ്പോൾ മറനീക്കിക്കൊണ്ട് സാലിം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ശിർക്ക് പ്രചരിപ്പിക്കുന്ന ക്ലാസ് റൂമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണം ഇത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി വെല്ലുവിളി നടത്തുകയും ആ ക്ലാസ് റൂമിന്റെ ഓണറും ഓണറുടെ കൂടക്കൂടികളും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള അതിന്റെ റാമ്മൂളികളുമൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ശിർക്കിനെതിരിലുള്ള എന്റെ ഈ ഗർജനം അതിശക്തമായി ഈ പാതിരാത്രിയിൽ ഈ അള്ളാഹുവിന്റെ മലക്ക് കാരുണ്യവുമായി ഇറങ്ങി വരുന്ന സഹായം ചോദിക്കുന്നവരുണ്ടോ ഞാൻ സഹായിക്കാം, അതേപോലെ പൊറുക്കലിനെ തേടുന്നവരുണ്ടോ ഞാൻ പൊറുത്തു തരാം, എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന ഈ രാത്രിയുടെ അവസാന യാമത്ത് എന്റെ അസുഖം വകവെക്കാതെ ഇത് കേട്ട് സഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ മൈക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ. ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന വ്യക്തി ഇത് കൊടിയ ശിർക്കാണ് ഒന്ന്. രണ്ടാമതായി ജബ്ബാർ മൗലവിക്കില്ലാത്ത വാദം അദ്ദേഹത്തിന്റെ പേരിൽ വെച്ചു കെട്ടിക്കൊണ്ടാണ് ഈ ഹദീസിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഹദീസിന്റെ പേരിൽ പറഞ്ഞാൽ അത് ശിർക്കാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് അതിന് തെളിവായി ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന സിയാനത്തും റിയാഉ ഷാരിഖും അതുപോലുള്ള ഗ്രന്ഥകർത്താക്കളൊക്കെ തന്നെ അത് അനുവദനീയമെന്ന് പറയുകയല്ലാതെ വസീലത്തു ശിർക്കാണ്, ഹറാമാണ് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവർ പറഞ്ഞത് മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ സാലിം തയ്യാറായിട്ടുമില്ല. ഒന്നുകിൽ ശിർക്കാണെന്ന് പറയുക ഞങ്ങളെപ്പോലെ മുവഹിദുകളെപ്പോലെ, അതല്ലെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞവരെ പോലെ അനുവദനീയമാണെന്ന് പറയുക. അവര് പറഞ്ഞത് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറില്ല, ഞങ്ങൾ പറയുന്നത് എടുക്കാനും തയ്യാറില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ
ആരോടുള്ള വിദ്വേഷമാണ്, ആരോടുള്ള വെറുപ്പാണ്, ആരോടുള്ള വാശിയാണ് എന്ന് സാലിം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക. ഒരു മുവഹിദായി ജനിച്ച്, ഒരു മുവഹിദിന്റെ മകനായി ജനിച്ച്, ഒരു തൗഹീദ് കുടുംബത്തിൽ ജനിച്ച്, ഒരു തൗഹീദിന്റെ നാട്ടിൽ ജീവിച്ച്, ഇന്ന് ആ കുടുംബത്തിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് ശിർക്കാണെന്ന് വിശ്വസിച്ചിരിക്കെ ആ കുടുംബത്തിൽ ഒരുത്തൻ ഈ ശിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഞാൻ അതിശക്തമായി പറയട്ടെ, ഇതിൽ നിന്ന് പിന്തിരിയണം. അറിവില്ലായ്മയാണെങ്കിൽ മനസ്സിലാക്കണം, അതല്ല ദുർവാശിയാണെങ്കിൽ അത് നരകത്തിലേക്കാണ് നയിക്കുക. എന്റെ പേരിലില്ലാത്ത കളവുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് നടക്കുന്ന, അത് ആളുകളോട് രഹസ്യമായും പരസ്യമായും പറഞ്ഞു നടക്കുന്ന താങ്കൾ മുഖം കെട്ടവനായി മാറിയില്ലേ? അവിടെ വെച്ച് തന്നെ ഞാൻ താങ്കളെ മുഖത്തു നോക്കി മുശ്രിക്കെന്ന് 2 തവണ വിളിച്ചു എന്ന് പറഞ്ഞത് ആ സദസ്സിൽ വെച്ച് തന്നെ അവിടെ അതിന് സാക്ഷികളായ ആളുകൾ അത് പച്ചക്കള്ളമാണെന്ന് തുറന്നു പറഞ്ഞില്ലേ? പിന്നീട് വീണ്ടും വേറൊരുത്തനെ കൂട്ടിക്കൊണ്ട് വേറൊരിടത്ത് വെച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് വീണ്ടും ഒരു കളവ് പ്രചരിപ്പിക്കുകയും ആ വ്യക്തിക്കും വീണ്ടും മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്നില്ലേ? ഈ കള്ളത്തരങ്ങള് തഖ്വ ധ്വനിപ്പിച്ചാൽ പോരാ, തഖ്വ പ്രകടിപ്പിച്ചാൽ പോരാ. ഒരു താടി നീട്ടിയത് കൊണ്ട് മാത്രം എല്ലാം ആവുമെന്ന് വിചാരിക്കേണ്ട. തൗഹീദുണ്ടെങ്കിൽ, ശിർക്കിൽ നിന്ന് മോചിതനായെങ്കിലേ ഫറളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് മുവഹിദുകളെ നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഇത്തരം സാലിം പ്രവൃത്തികളുടെ ഈ കള്ളപ്രചരണങ്ങള് അത് നിങ്ങൾ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കണം. ശിർക്കിനെയും ശിർക്കിന്റെ ആളുകളെയും വിട്ടുവീഴ്ചയില്ലാതെയാണ് നേരിടേണ്ടത്. ഇത് ശിർക്കാണ്, ശിർക്കല്ലെന്ന് പറയുന്നവൻ അത് തെളിയിക്കാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ല. എവിടെ തെളിവ് കൊണ്ടുവാ? ഇത് ശിർക്കല്ലെന്ന് പറയുന്ന ഒരു തെളിവ് കൊണ്ടുവാ. ഏതെങ്കിലും പിൽക്കാലക്കാരായ പണ്ഡിതന്മാരുടെ വാചകങ്ങളല്ല വേണ്ടത്, പ്രമാണമാണ് വേണ്ടത്. ശിർക്കാണെന്ന് പറഞ്ഞവർ ആയത്താണ് ഉദ്ധരിച്ചത്, ഹദീസാണ് ഉദ്ധരിച്ചത്. ഇനി വസീലത്തു ശിർക്കാണെന്ന് പറഞ്ഞാൽ തന്നെ അത് പൊറുക്കപ്പെടാത്ത ശിർക്കാണെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എന്നത് ഞാൻ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീന്റെ അൽ ഖൗലുൽ മുഫീദിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. എവിടെ തെളിവ്? ആൺകുട്ടികളുണ്ടെങ്കിൽ, കിതാബ് ഓതിയവരുണ്ടെങ്കിൽ, പ്രമാണം കയ്യിലുള്ളവരുണ്ടെങ്കിൽ ആർക്കും കൊണ്ടുവരാം, ഒന്ന് കൊണ്ടുവരട്ടെ. ഇവിടെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നതിന് തെളിവുണ്ടോ? ഉണ്ട്. എന്താണ് തെളിവ്? ഖുർആനാണ്. പിന്നെ തെളിവുണ്ടോ? ഉണ്ട്. ഏതാണ്? രണ്ടാമത്തേത് ഹദീസാണ്. ഈ തെളിവ് ആര് പറഞ്ഞതാണ്? ഇബ്നു ബാസ് പറഞ്ഞതാണ്, ആലു ഷെയ്ഖ് പറഞ്ഞതാണ്, സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞതാണ്, ബക്കർ അബൂ സയ്യിദ് പറഞ്ഞതാണ്, അബ്ദുർ റസാഖ് തഫീഫി പറഞ്ഞതാണ്, അബ്ദുല്ലാഹ് ഖദയാൻ പറഞ്ഞതാണ്. അതാണ് കേരള ജംഇയ്യത്തുൽ ഉലമയും പറഞ്ഞത്. ഇത് ശിർക്കല്ല എന്നത് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ശിർക്കല്ല എന്നതിന് ഏത് ഹദീസാണ് തെളിവ്? ഒരു കള്ള ഹദീസോ ദുർബലമായ ഹദീസോ? അത് ദുർബലമായ ഹദീസ് കൊണ്ടാണോ തെളിവിനെടുക്കേണ്ടത്? ഇനി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞവർ അത് ഹറാമും വസീലത്ത് ശിർക്കുമാണ് എന്നാണോ? നിങ്ങളുടെ തന്നെ ആ പ്രബന്ധത്തിലെ ആദ്യ ഭാഗത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള തെളിവുകൾ എടുക്കൂ. ഇതിൽ ആരാണത് വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? ആരാണ് ഇത് ഹറാമെന്ന് പറഞ്ഞത്? അവർ പറഞ്ഞത് അനുവദനീയമെന്നാണ്. നിങ്ങളുടെ വാദം അനുവദനീയമാണെന്നാണോ? ജിന്നിനോട് സഹായം ചോദിക്കാം എന്നാണോ? ഞങ്ങൾ ഇത്തരം കടുപ്പത്തിൽ ഈ കാര്യം പറഞ്ഞാൽ വാശിക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും അതേ എന്ന് പറഞ്ഞു പോകരുതെന്ന് കരുതിയാണ് ജബ്ബാർ മൗലവിയെപ്പോലും രക്ഷിക്കുന്നതിനു വേണ്ടി 5-6 വർഷം അവധാനതയോടെ പതുക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഇന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവർ കുറ്റവാളികളായി മാറിയിരിക്കുകയാണ്, ആക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ പ്രസംഗത്തിൽ നിന്ന് ക്ലിപ്പിംഗ് എടുത്തവർ കട്ട് ചെയ്തുകൊണ്ടാണ്, അതിൽ നിന്ന് ഞാൻ പറഞ്ഞത് മുറിച്ചു മാറ്റിക്കൊണ്ടാണ് എന്റേതും അദ്ദേഹത്തിന്റേതും ഒരു വാദമാണെന്ന് പറയുന്നത്. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ സംസാരത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലേഖകന് സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലേഖകൻ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ജബ്ബാർ മൗലവി, സ്ഖലിതങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ. ആ സ്ഖലിതങ്ങളാണ് ഇത് ശിർക്കല്ല എന്നത്. അതാണ് അദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ തയ്യാറില്ലാതെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഖലിതത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് ശിർക്കാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി
ആ ക്ലാസ് റൂമിലൂടെ ഇത്തരം ശിർക്ക് പ്രചരിപ്പിച്ചാൽ ആ ക്ലാസ് റൂം തൗഹീദുമായി ബന്ധമുള്ളതല്ല, മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധമുള്ളതല്ല എന്ന് പരസ്യപ്പെടുത്തേണ്ടി വരും, മാലോകരെ വിളിച്ചറിയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശിർക്ക് പ്രചാരണം ആ ക്ലാസ് റൂമിൽ നിന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ ശിർക്കിലേക്ക് പോകും, ഈ ശിർക്കിന്റെ ആളുകളെ നിങ്ങൾ ന്യായീകരിക്കുന്നു എന്ന് കണ്ടത് കൂടിയാണ് ഈ ക്ലാസ് റൂം ആരംഭിക്കുവാനുണ്ടായ കാരണമെന്നുകൂടി. ആ ക്ലാസ് റൂം മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, ആ ക്ലാസ് റൂം മാത്രം മതി. വേറെ ഒരാൾക്കും ക്ലാസ് റൂം തുടങ്ങാൻ ബൈലക്സിൽ സംവിധാനമില്ലെങ്കിൽ ശിർക്കല്ലേ മുജാഹിദുകളുടെ ക്ലാസ് റൂം എന്ന പേരിൽ അതിലൂടെ കേൾക്കുക. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.